നമസ്കാരം. പോലീസ് സേനയിലെ സ്പോർട്സ് കോട്ട നിയമനങ്ങളിൽ സർക്കാർ ചട്ടങ്ങൾ അട്ടിമറിച്ചെന്നാരോപിച്ച് വിജിലൻസ് ഡയറക്ടർക്ക് പരാതി. അഡ്വക്കേറ്റ് കെ എം ഷാജഹാനാണ് ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകിയത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട വലിയ ഗൂഢാലോചനയാണ് ഈ നിയമനങ്ങൾക്ക് പിന്നിലെന്നാണ് പരാതിയിലെ പ്രധാന ആരോപണം. എറണാകുളം വടുതല സ്വദേശി ചിത്തരേഷ് നടേശൻ, കണ്ണൂർ സ്വദേശി ഷിനു ചൊവ്വ എന്നീ കായിക താരങ്ങളെ ഇൻസ്പെക്ടർമാരായി നിയമിച്ചതാണ് വിവാദത്തിലായിരിക്കുന്നത്. സാധാരണഗതിയിൽ സ്പോർട്സ് കോട്ടയിൽ പരിഗണിക്കാത്ത ഇനങ്ങളിൽ നിന്നുള്ളവരെ ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് നേരിട്ട് നിയമിച്ചത് ചട്ടവിരുദ്ധമെന്നാണ് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ധൃതി പിടിച്ചു നടത്തിയ ഈ നീക്കത്തിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി, ആഭ്യന്തര സെക്രട്ടറി ബിശ്വനാഥ് സിൻഹ, സംസ്ഥാന പോലീസ് മേധാവി രവത ചന്ദ്രശേഖർ, ADGP എസ് ശ്രീജിത്ത് എന്നിവർക്കെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരുവാൻ പി ശശി, ADGP എസ് ശ്രീജിത്ത് എന്നിവരുടെ ഫോൺ രേഖകളും വാട്സ്ആപ്പ് സന്ദേശങ്ങളും വിജിലൻസ് പരിശോധിക്കണമെന്ന് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ ആവശ്യപ്പെടുന്നുണ്ട്. പോലീസ് ആസ്ഥാനത്തെ മുഴുവൻ ഫയലുകളും പിടിച്ചെടുത്ത് അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിജിലൻസ് ഉടൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നിയമ പോരാട്ടം കോടതിയിലേക്ക് നീങ്ങുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. പോലീസ് തലപ്പത്തെ ഈ വൻ അഴിമതി ആരോപണം സർക്കാരിന് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. എറണാകുളം വടുതല സ്വദേശിയായ ചിത്തരേഷ് നടേശൻ, കണ്ണൂർ സ്വദേശിയായ ഷിനു ചൊവ്വ എന്നിവരുടെ അപേക്ഷ പ്രത്യേക കേസായി പരിഗണിച്ച് നിയമനം നൽകാൻ കഴിഞ്ഞ വർഷമാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരുന്നത്. ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് നേരിട്ട് സ്പോർട്സ് കോട്ട നിയമനം പാടില്ലെന്ന ഉത്തരവും ഈ നിയമവിരുദ്ധ നിയമനത്തിനായി അട്ടിമറിക്കുന്ന സാഹചര്യമുണ്ടായിട്ടുണ്ട് എന്നാണ് പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. നിയമന നീക്കം പോലീസിനകത്തും പുറത്തും വിവാദമായതോടെ അധികൃതർ ശാരീരിക ക്ഷമതാ പരീക്ഷ നടത്തിയെങ്കിലും ചിത്തരേഷിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഷിനു ചൊവ്വ ഈ പരീക്ഷയിൽ പരാജയപ്പെടുകയും ചെയ്തു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഇവരുടെ ഫയൽ പുറത്തെടുത്ത് അഡ്മിനിസ്ട്രേഷൻ ADGP എസ് ശ്രീജിത്താണ് നിയമനം നൽകുവാനായി സംസ്ഥാന പോലീസ് ചീഫിന് ശുപാർശ നൽകിയത്. ബറ്റാലിയൻ ADGP ആയ ദിനേന്ദ്ര കശ്യപ് നൽകിയ റിപ്പോർട്ട് തള്ളിയാണ് ഈ നിയമന വിരുദ്ധ ശുപാർശ എസ് ശ്രീജിത്ത് നൽകിയതെന്നത് ADGP ശ്രീജിത്തിന്റെ പ്രത്യേക താൽപര്യം വ്യക്തമാക്കുന്നതാണ്. ഇതിന് പിന്നിൽ ആഭ്യന്തര സെക്രട്ടറി ബിശ്വനാഥ് സിൻഹയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെയും ഇടപെടലുണ്ട് എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ പി ശശിയുടെയും ADGP എസ് ശ്രീജിത്തിന്റെയും ഈ കാലയളവിലെ എല്ലാ മൊബൈൽ ഫോൺ വിശദാംശങ്ങളും വാട്സാപ്പ് സന്ദേശങ്ങളും പരിശോധിക്കുവാനും വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് തയ്യാറാകണമെന്നും പരാതിക്കാരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ADGP ശ്രീജിത്ത് ഫയലിൽ എഴുതിയ ശുപാർശ നോട്ട് പരിഗണിച്ചാണ് സംസ്ഥാന പോലീസ് മേധാവി രവത ചന്ദ്രശേഖർ നിയമന ഉത്തരവിൽ ഒപ്പുവച്ചിരിക്കുന്നത് എന്നതിനാൽ നിയമനം നൽകുന്നത് സംബന്ധമായി തീരുമാനമെടുത്ത മുഴുവൻ ഫയലുകളും പിടിച്ചെടുത്ത് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നതാണ് ആവശ്യം. വൻ ശമ്പള സ്കെയിലിൽ ഇൻസ്പെക്ടർമാരായി നിയമിച്ച ശേഷം നടത്തിയ വൈദ്യപരിശോധനയിൽ ചിത്തരേഷ് നടേശൻ ഇപ്പോൾ പരാജയപ്പെട്ടിട്ടുണ്ട്. ഫ്ലാറ്റ് ഫുട്ട് ആണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. വൈദ്യപരിശോധനയിൽ ഇയാൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. ചിത്തരേഷിനൊപ്പം നിയമനം നേടിയ കണ്ണൂർ സ്വദേശി ഷിനു ചൊവ്വ നേരത്തെ ശാരീരിക ക്ഷമതാ പരീക്ഷയിൽ പരാജയപ്പെട്ടിരുന്നുവെങ്കിലും വൈദ്യപരിശോധനയിൽ കടന്നുകൂടിയിരുന്നു. ഇതേക്കുറിച്ചും വിശദമായി വിജിലൻസ് പരിശോധന നടത്തേണ്ടതുണ്ട് എന്നും പരാതിയിൽ അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ പരാതിയിന്മേൽ വിജിലൻസ് ഡയറക്ടറേറ്റ് എത്രയും പെട്ടെന്ന് നടപടി തുടങ്ങിയില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ അറിയിച്ചിട്ടുണ്ട്.